ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിൽ ഞാനീ പറയുന്ന ഒരു മാറ്റം വരുത്തിയാൽ തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാകും. ചില സാമ്പത്തിക കാര്യങ്ങളായിക്കോട്ടെ, വീട്ടിലെ കലഹങ്ങളായിക്കോട്ടെ, സർവ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും ശരിയാവും വീട്ടിൽ ഒരു മാറ്റം വരുത്തിയാൽ. അതെന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഏതായാലും ആര് പറഞ്ഞാലും നല്ലതാണെങ്കിൽ സ്വീകരിക്കാമല്ലോ. എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഒന്ന് ചെയ്ത് നോക്കുക. അതിൽ തെറ്റെന്താണ്? നല്ല കാര്യമാണ്. അത് ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിലെ ആ ഒരു മാറ്റം വരുത്തിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഒന്ന് ചെയ്ത് നോക്കുക ജീവിതത്തിൽ. അപ്പോഴറിയാം അതിന്റെ ഗുണം. ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. വിശദമായിട്ട് പറയുന്നുണ്ട്. മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ചെയ്യുക. എന്റെ നല്ല ആരുടെ വീഡിയോ ആണെങ്കിലും മുഴുവൻ മനസ്സിലാക്കിയിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. ഏറ്റവും വലിയ കേട്ടിട്ടൊന്നും ചെയ്യരുത്. അപ്പൊ അത് നിങ്ങൾക്ക് വിശദമായിട്ട് പറയുന്നുണ്ട്. ചെയ്ത് നോക്കുക. പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, ഞാൻ വാട്സപ്പിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനിലം ഒക്കെ നോക്കേണ്ട ഒരു വാട്സപ്പിൽ ഇടാം. പക്ഷെ എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ തരാനോ എല്ലാവരുടെയും നോക്കാനോ നമുക്ക് പറ്റത്തില്ല. കാരണം ഇഷ്ടംപോലെ മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫ്രീ ആകുന്നതനുസരിച്ച് ഒരുപാട് വർക്കുകളുണ്ട്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെൻഡിങ് വർക്ക്. അപ്പോൾ ഫ്രീ ആകുന്നതനുസരിച്ച് അപ്പോഴ കാണുന്ന മെസ്സേജുകൾക്ക് ഞാൻ റിപ്ലൈ തരും. അങ്ങനെ എന്നിട്ട് കേട്ടിട്ട് ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതെ ചെയ്യാതിരിക്കാം. അപ്പോൾ അത് സാഹചര്യം പറഞ്ഞുള്ളത് മനസ്സിലാക്കുക. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, കാരണം വാട്സപ്പിലെ വർക്കുകൾ തന്നെ പലപ്പോഴും സമയത്തിന് തീരുന്നില്ല. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. വീട്ടിൽ ഒരു മാറ്റം വരുത്തിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അപ്പം ഒന്ന് ചെയ്തു നോക്കുക. അതായത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വെളിയിൽ നിന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ ഒരു മുഴുവൻ കേൾക്കണം കേട്ടോ. ഒരു മന്ത്രം കൂടെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ കേൾക്കണം. ഇപ്പൊ വീട്ടിൽ നിന്ന് വീടിന്റെ അകത്തേക്ക് നമ്മൾ കയറുന്നു, പ്രധാന വാതിലിൽ കൂടി. അപ്പൊ ആ പ്രധാന വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ വീടിനകത്ത് പ്രധാന വാതിലിന്റെ മുകളിലായിട്ട് ചതുരാകൃതിയിൽ ഒരു കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടി സ്ഥാപിക്കുക. ഈ കണ്ണാടി സ്ഥാപിച്ചിട്ട് ആ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ രാവിലെ ഈ പറയുന്ന ഒരു മന്ത്രം ജപിക്കണം. അപ്പൊ ആ മന്ത്രത്തിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അത് വിശദമായിട്ട് കണ്ടിട്ടേ ചെയ്യാവുള്ളൂ, മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ. മന്ത്രം ഇതാണ്: ഓം ക്ലീം കൃഷ്ണായ ദിവ്യമൂർത്തയെ ശ്രീം ശ്രീം സർവ സൗഭാഗ്യ രൂപായ ക്ലീം ശ്രീം നമ. ഇതാണ് മന്ത്രം. ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടുന്നുണ്ട്. അതുകൂടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഇനി ഈ മന്ത്രം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് രാവിലെ നിങ്ങൾ കുളി കഴിഞ്ഞ് കൈയും കാലും മുഖം നനച്ചിട്ട് നിങ്ങൾ ജപിക്കുക. 1 തവണയോ 3 തവണയോ ജപിക്കാം, നിങ്ങളുടെ ഇഷ്ടം. ജപിക്കുമ്പോൾ ഭഗവാനെ ഹൃദയത്തിൽ, ഭഗവാൻ ശ്രീകൃഷ്ണനെ ഹൃദയത്തിൽ ധ്യാനിച്ച് വേണം ജപിക്കാൻ, കണ്ണാടിയെ ജസ്റ്റ് നോക്കിക്കൊണ്ട്. അപ്പൊ ഇത് ജപിക്കുമ്പോൾ ഇതിനകത്തൊരു രഹസ്യമുണ്ട്. ഇപ്പൊ ഈ ക്ലീം എന്ന് പറയുന്നിടത്തെല്ലാം ക്ലീം എന്ന് ജപിക്കുമ്പോൾ ആ ക്ലീമിന്റെ അവസാനം എന്നൊരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദത്തെ മനസ്സ് നന്നായിട്ട് ശ്രദ്ധിച്ചോണം. പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടിയാണ് ക്ലീം ക്ലീം. അപ്പൊ അവസാനം ഒരു ഉമ്മുണ്ട്, ക്ലീം. ആ ഉമ്മെന്നുള്ള ആ കറക്റ്റ് ഉമ്മല്ല, എന്നുള്ള ആ ശബ്ദത്തെ മനസ്സൊന്ന് ശ്രദ്ധിച്ചോണം. വാഗൊണ്ടാണ് ജപിക്കേണ്ടത്, ക്ലീം. ഇതിനകത്ത് ഒരു ക്ലീം ഒന്നിലധികം പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോഴൊക്കെ ആ ക്ലീം എന്ന് പറയുമ്പോൾ ക്ലീമിന്റെ അവസാനത്തെ എന്ന ശബ്ദത്തെ ഒന്ന് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചോണം. അവിടെയാണ് അതിന്റെ ശക്തി ഇരിക്കുന്നത്, അവിടെയാണ് വശ്യം ഇരിക്കുന്നത്, അവിടെയാണ് ആകർഷണം ഇരിക്കുന്നത്, അവിടെയാണ് നിങ്ങളുടെ ജീവിതം മാറ്റം വരുന്ന അത്ഭുത മന്ത്രശക്തി കിടക്കുന്ന ഭാഗം. അതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് മനസ്സിലാക്കി ചെയ്യുക. ഇത് നിത്യേന ചെയ്യാം, രാവിലെയും ചെയ്യാം, വൈകിട്ടും ചെയ്യാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഏതായാലും നല്ല കാര്യങ്ങളാണല്ലോ, ഒന്ന് ചെയ്ത് നോക്കുക. അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പൊ അറിയാം എങ്ങനെ ഇരിക്കുന്നെന്ന്. ഒരു ദിവസം 2 ദിവസം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇതൊരു കുറച്ച് ദിവസം, ഒരു 21 ദിവസമെങ്കിലും കൃത്യമായിട്ട് അങ്ങനെ ഒന്ന് ജപിച്ചു നോക്കുക കണ്ണാടിയുടെ മുന്നിൽ നിന്ന്. നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്നും ചെയ്യാം, അത് കഴിഞ്ഞു എന്നും ചെയ്യാം. നിങ്ങളുടെ പ്രധാന ഒരു മാറ്റം വരുന്നത് ജീവിതത്തിലേക്ക് സമ്പത്ത് കടന്നു വരും. അതുപോലെ സമാധാനം, സന്തോഷം, കടബാധ്യതകൾ മാറും. അത്ഭുതകരമായ ഒരു കാര്യമാണ്. നിങ്ങളിത് വിശ്വസിച്ച് ആത്മാർത്ഥതയോടെ ചെയ്യണം. ഭഗവാനെ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം വേണം.
കാരണം ഞാനിത് പറഞ്ഞു തരാൻ കാര്യം, ഇപ്പം ഞാൻ പല വീഡിയോകളും ഇടുന്നുണ്ട്. ഞാനൊരു ശിവയോഗിയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതും ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. പലപ്പോഴും എനിക്ക് വിഷമം തോന്നാറുണ്ട്. ഈ ശരനൂൽ രഹസ്യമായിക്കോട്ടെ, അത് ആദ്യം ആളുകൾ കാണുന്നില്ല. അപ്പോൾ അത് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പം ഓരോ ആപത്തിൽ പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞു ചിലപ്പം കണ്ടെന്നിരിക്കാം. പക്ഷെ ഇപ്പോഴധികം ആളുകൾ അധികം കാണുന്നില്ല എന്നുള്ളത്. ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാം നല്ല കാര്യങ്ങളാണ്. ഇപ്പോഴേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ ചെന്നപ്പോഴത്തേന് അവിടെ ഭയങ്കര കച്ചവടമാണ്. അപ്പോൾ അവിടെ ഈ കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കണ്ണാടിയുടെ വിദ്യ ഈ മന്ത്രം ചേർത്ത് പറയുന്നത് ആദ്യമായിട്ടാണ്. അല്ലാതെ നേരത്തെ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ മന്ത്രം ആദ്യമായിട്ടാണ് പറയുന്നത്. അപ്പം അത് ഞാൻ വിചാരിച്ചു ഇതെല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുത്തേക്കാം. കാരണം ഒന്നുകൂടെ ഈ പുതിയ മന്ത്രം ആദ്യമായിട്ടാണ് പറയുന്നത്. കണ്ണാടിയുടെ വിദ്യ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈ മന്ത്രം കൂടെ ചേർത്ത് പറഞ്ഞേക്കാം. അപ്പം അത് എല്ലാവർക്കും ഒരു പ്രയോജനമാകും. കാരണം ആ കടയിലൊക്കെ നിലം തൊടാൻ സമയമില്ല. അതുപോലെ തിരക്കും കച്ചവടവുമാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വീടുകളിലും വെക്കാം. വീടുകളിൽ വെക്കുന്നതാണ് ഞാനിപ്പം പറഞ്ഞത്. അതുപോലെ കടയിലും ഓഫീസിലും വെക്കാം. ഏതൊരു വ്യക്തിയും രക്ഷപ്പെടും. വീടുകളിൽ വെക്കുമ്പോഴും ആ വീട്ടിലേക്ക് സമ്പത്ത്, ഐശ്വര്യം, സമാധാനം, കടബാധ്യതകൾ മാറുക, കലഹങ്ങൾ വിട്ടുമാറുക, അത്ഭുതകരമായ മാറ്റമാണ്. ഇതിന്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. മുഴുവൻ ആ വീഡിയോ കേൾക്കണമെന്ന് പറഞ്ഞാൽ. അപ്പം അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളെ കടകളിൽ വെച്ചാൽ നന്നായിട്ട് കച്ചവടം വരും. അതുപോലെ സാമ്പത്തികമാണ്. പക്ഷെ നിങ്ങളത് വിശ്വസിക്കണം. ആ ഭഗവാനിൽ വിശ്വസിക്കണം, ആ മന്ത്രത്തിൽ വിശ്വസിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴേ ആ പറഞ്ഞ രീതിയിൽ കൈയും കാലും മുഖവും നനച്ചിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് 1 തവണയോ 3 തവണയോ ഭഗവാൻ കൃഷ്ണനെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഈ മന്ത്രം, ഞാൻ മന്ത്രരഹസ്യം പറഞ്ഞു തന്നു. ക്ലെയിം എന്ന് ജപിക്കുമ്പോൾ എന്നുള്ളതിൽ മനസ്സുകൊണ്ട് നന്നായിട്ട് ലയിച്ച് ജപിക്കണം. അപ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തവർക്കൊക്കെ ഗുണമുണ്ടായിട്ടുണ്ട്. ഞാനിത് പല ഈ മന്ത്രമല്ലാതെ കണ്ണാടിയുടെ മാത്രമായിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്തവർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മന്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കടബാധ്യതകൾ മാറ്റുന്നതാണ്, സാമ്പത്തികം നൽകുന്നതാണ്, സർവ്വശ്യം ഉണ്ടാകുന്നതാണ്. ആ ക്ലെയിമിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇതിങ്ങനെ നിത്യേന നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ കണ്ണാടി വെക്കുന്നതിനകത്ത് ചില രഹസ്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? കണ്ണാടി ചതുരാകൃതി ആയിരിക്കണം. അതുപോലെ കണ്ണാടി മുഖം നോക്കുന്ന കണ്ണാടിയാണ്, മെർക്കുറി ഉള്ള കണ്ണാടിയാണ് വെക്കേണ്ടത്. അപ്പോൾ ഈ കണ്ണാടി കാണുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറുന്നവരെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കണ്ണാടി കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളുണ്ടെങ്കിലും, നമ്മുടെ മനസ്സിൽ ചിലപ്പം സങ്കടം ഉണ്ടായിരിക്കും, വിഷമം ഉണ്ടായിരിക്കും, പിന്നെ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചുള്ള ചിന്തയുണ്ടായിരിക്കും, മറ്റുള്ളവരോട് ദേഷ്യം ഉണ്ടായിരിക്കും, അസൂയ ഉണ്ടായിരിക്കും, എന്തൊക്കെ ചിന്തകളുണ്ടെങ്കിലും ജസ്റ്റ് ഈ കണ്ണാടി കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആവും. നമ്മുടെ മനസ്സിൽ ചിന്തകളൊന്നും ഇല്ലാതാവും. അപ്പോഴേ ആ ഒരു അവസ്ഥ മനസ്സിലുണ്ടാകും. നമ്മുടെ മനസ്സിലൊരു ശാന്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ആ മൈൻഡ് ശരിക്കും വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ മന്ത്രം കൂടെ ആകുമ്പോൾ ആ ഭഗവാൻ കൃഷ്ണന്റെ കൂടെ അനുഗ്രഹം പെട്ടെന്ന് വരും. ഈ സാമ്പത്തികമായ ഞാൻ പോയ ആ കടയിൽ തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ അതുപോലെ കച്ചവടമാണ്. ഇവിടെ ഞാൻ വിചാരിച്ച് ഞാനിത് വീഡിയോയിൽ ഇട്ടിട്ട് പലരും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഒന്ന് ഇട്ടേക്കാം ആവശ്യമുള്ളൊരു ആളുണ്ട്. പക്ഷെ ഇതുപോലെ നല്ല കാര്യങ്ങൾ ആരും കാണത്തില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ചില ആളുകൾ കണ്ടെന്നിരിക്കാം. പക്ഷെ ഇത് പ്രയോജനമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആരും കാണത്തില്ല. ഞാൻ ഇന്നേ വരെ പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന അനുഭവമുള്ള. പക്ഷെ അതിലൊന്നും ആളുകൾ അധികം കാണുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു നെയ്വിളക്കിന്റെ വിദ്യ പറഞ്ഞു. ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ പ്രയോജനമുള്ളതാണ്. പെട്ടെന്ന് തന്നെ മുൻജന്മ കർമ്മദോഷങ്ങൾ മാറുന്നതാണ്. ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് പറഞ്ഞു. അതിനകത്ത് ഓം നമോ ഭഗവതേ വാസുദേവായ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. എത്ര ലക്ഷം ജന്മങ്ങൾ എടുത്താലും കിട്ടാത്ത അറിവുകളാണ്. പക്ഷെ അതൊക്കെ ആളുകൾ കണ്ടിട്ടില്ല. എനിക്ക് ചെറിയ വിഷമം തോന്നി കേട്ടോ, സത്യം പറയുകയാണ്. കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും പറയുന്നില്ല എന്ന് തന്നെ ചിന്തിച്ച നിമിഷങ്ങൾ വരെ ഉണ്ട് ഇത്. കാരണം എനിക്ക് അതുപോലെ വിഷമം തോന്നി. കാരണം അതുപോലുള്ള കാര്യങ്ങൾ ഇത് വേറെ എങ്ങും ആരും പറഞ്ഞു തരത്തില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിയോ, അത്തരം ആത്മീയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അത്ര ആത്മാർത്ഥതയോടെ ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ആ ശിവവിദ്യയ്ക്ക് വേണ്ടി മാറ്റിവെച്ച മനുഷ്യനാണ്. ഞാൻ എത്രയോ യാത്രകൾ അല്ലെ സന്യാസി വര്യന്മാരല്ല അങ്ങനെയുള്ളവരിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളും എനിക്ക് ഭഗവാനായിട്ട് തന്നിരിക്കുന്ന ചില ജ്ഞാനവുമാണ് ഈ പറഞ്ഞു തരുന്നത്. അത് ഞാൻ എത്രയോ വിദ്യകൾ പറഞ്ഞിരിക്കുന്നു ശിവന്റെ തന്നെ. അത് വേറെ ഒരിടത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല ഒരു ശിവവിദ്യയും. ഉദാഹരണം ഞാനൊരു മന്ത്രം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓം റിങ് അങ്. ഈ മന്ത്രം പോലും അത് അഗസ്ത്യന്റെ ഒരു ഗ്രന്ഥത്തിലെയാണ്. ഈ മന്ത്രം പോലും എത്ര തപസ്സുകൾ, ആയിരക്കണക്കിന് തപസ്സുകളോ അല്ലെ പൂജകളോ ചെയ്യുന്നതിനേക്കാൾ ഫലം ലഭിക്കുന്ന ദേവിയുടെ വിദ്യയാണ്. ഓം ഐം നമ. ഇവിടെ
പ്രകാശം ധ്യാനിച്ച്, അതൊന്നും ജന്മത്തിൽ കിട്ടാത്ത കാര്യങ്ങളാണ്. അതുപോലെ ദേവിയുടെ അനുഗ്രഹം കിട്ടുന്ന വിദ്യകളാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ചെയ്യുന്നവർക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട്. അപ്പം അത് കാണുന്നവരുണ്ട്, അത് ഫോളോ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അധികം ആളുകളിലേക്ക് അത് എത്തുന്നില്ല നല്ല കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം തോന്നും. അത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ആകട്ടെ, എല്ലാം ശിവനെ സമർപ്പിക്കുകയാണ്. അപ്പോഴേ ഇവിടെ ഈ വീട്ടില് ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഒരു പ്രശ്നമാണ്, പലപ്പോഴും മെസ്സേജുകൾക്കിടയിൽ കാണുന്ന ഒരു കാര്യമാണ്. വാട്സപ്പിൽ പലരും മെസ്സേജ് ചെയ്യുന്നതാണ്. ഒന്നുകിൽ വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും മിക്കവാറും പല വീടുകളിലും വഴക്കായ കാര്യങ്ങൾ, അല്ലെ അമ്മയും മക്കളും തമ്മിൽ, അല്ലെ അമ്മയും അച്ഛനും തമ്മിൽ, ഇങ്ങനെ ഒരു വീട്ടിൽ എപ്പോഴും കലഹങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനൊരു വിദ്യ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഏതൊരു ഇപ്പം ഗൾഫിൽ ഒരു സാഹചര്യത്തിൽ ഒരാൾ പെട്ടുപോയി, അവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഒക്കെ ഒരു വിദ്യ ചെയ്യാം, ഏത് ആപത്തിലും ചെയ്യാം. അതായത് രാവിലെ കുളിച്ചീറനോട് തല തോർത്തുന്നതിന് തൊട്ട് മുമ്പ് വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ കുളിമുറി എന്നുകൊണ്ട് ഇതൊരു വ്യാഴാഴ്ച ചെയ്യണം. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഈ മന്ത്രം 3 തവണ വാഗുകൊണ്ട് ജപിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം മനസ്സുകൊണ്ട് ഭഗവാനോട് പറയുക. എന്നിട്ട് പെട്ടെന്ന് തല തോർത്തി വലതുകാലം വെച്ച് കുളിമുറിയിൽ നിറങ്ങുക. ഇത് അത്ഭുതകരമായ വിദ്യയാണ്, ഏത് കാര്യം സാധിച്ചെടുക്കാം. ഇനി അതുപോലെ ഇപ്പം ഒരാളുമായിട്ട് നിങ്ങൾക്ക് ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമാണ്. അപ്പം ഭാര്യയ്ക്ക് വേണം ചെയ്യാം, അല്ലെ ഭർത്താവിന് ചെയ്യാം. അപ്പം ഭാര്യ ചെയ്യുവാണെങ്കിൽ ഭർത്താവിനെ ചിന്തിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാൽ ഭർത്താവ് ഐക്യപ്പെടും. ഭർത്താവ് നേരെ തിരിച്ച് ഭർത്താവാണെങ്കിലും ഭാര്യയെ ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ ഭാര്യ ഐക്യപ്പെടും. അങ്ങനെ ഇപ്പം അതുപോലെ തന്നെ മക്കളെ ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ മക്കളൊക്കെ ഐക്യപ്പെടും. ആ സമാധാനമായിട്ടൊരു കുടുംബജീവിതം മുന്നോട്ട് പോകാൻ പറ്റും. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല, ഞാൻ പറഞ്ഞ് ചെയ്തവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടിയാണ്. ലക്ഷക്കണക്കിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും നടക്കാത്ത കാര്യങ്ങൾ, ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ, ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അങ്ങനെ ചെയ്ത് ജീവിതം ഒരുപാട് മാറിയ അനുഭവങ്ങളുണ്ട്. ആ നിലയിൽ പറയുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക. ഇനിയിപ്പം ചിലർ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഗൾഫിലെ ലീവ് കിട്ടുന്നില്ല, അതിന് ഞാനൊരു ശരനൂൽ വിദ്യ പറഞ്ഞു കൊടുത്തു. അത് ചെയ്തപ്പോൾ ലീവ് അനുവദിക്കാമെന്ന് പറഞ്ഞു. വേറൊരാൾക്കൊരു ഡോക്യുമെന്റ് ഒരു സ്ഥാപനത്തിൽ കൊടുത്തിട്ട് അവർ തിരിച്ചു കൊടുക്കുന്നില്ല. അന്ന് ഞാൻ പറഞ്ഞ ഈ വിദ്യയാണ് ചെയ്തത്. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി വെള്ളിയാഴ്ച അമ്മയ്ക്ക് കടുംപായസവും ചെമ്പരത്തിമാലയും ചെയ്തു. അതിനുശേഷം ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ വടക്കോട്ട് തിരിഞ്ഞത് ഭഗവാൻ വിഷ്ണുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയ ഇത് ജപിച്ചിട്ട് ഈ ആ സർട്ടിഫിക്കറ്റ് പിടിച്ചു വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് മേടിച്ചു തരണം ഭഗവാനെ എന്ന് പറഞ്ഞു. അവർക്ക് സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടി. അപ്പൊ ഇങ്ങനെ എത്രയോ നടക്കാത്ത കാര്യങ്ങൾ. അതുപോലെ പലരും പറയും വീട് സ്ഥലവും വിൽക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ വീഡിയോയിൽ എത്രയോ വീഡിയോകൾ പറഞ്ഞിരിക്കുന്നു, എത്രയോ അനുഭവങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതായത് നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ കുളിച്ചീറനോടെ വസ്ത്രം കൊടുത്ത് കുളിമുറി എന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് 6 നാഴി പായസം തരിക. എന്നിട്ട് കച്ചവടം നടന്നു കഴിയുമ്പോൾ പോയി ചെയ്യാന്ന് പറയും ഒരു വെള്ളിയാഴ്ച. എന്നിട്ട് പെട്ടെന്ന് തല തോർത്ത് കുളിമുറിയിൽ നിന്ന് വലതുകാലം വെച്ച് ഇറങ്ങാം. ഇനി ഇത് എനിക്ക് അനുഭവമുള്ള ഒരു ക്ഷേത്രമുണ്ട്. എൻ്റെ ഓഫീസ് ചങ്ങനാശ്ശേരി 4 കോടി എന്ന് പറഞ്ഞ ജംഗ്ഷൻ, അതിന് തൊട്ട് കുറച്ച ഒരു 2 ജംഗ്ഷൻ അപ്പുറത്ത് പുത്തൻകാവ്, പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. അവിടെ ഇങ്ങനെ നേർന്നവർക്കൊക്കെ സ്ഥലക്കച്ചവടം ഒരുപാട് നടന്നിട്ടുണ്ട്. അവരിവിടെ വന്ന് ചെയ്തിട്ടുണ്ട്. എന്നെ അവർ വന്ന് പലരും കണ്ടിട്ടുണ്ട്, നന്ദി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അനുഭവം. ഇതൊക്കെ ഞാൻ എത്രയോ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ എന്നാ ചെലവ് വരുന്ന കാര്യങ്ങളാണ്. ഒരു അറുനാഴി പായസം നേരത്തെ 400 ഇപ്പൊ 600 കേൾക്കുന്നു. അത്രയൊക്കെ ആവത്തുള്ളൂ. നിങ്ങളിപ്പം എന്റെ പുറകെ എപ്പോഴും നടക്കാനോ ഒന്നുമല്ല, നല്ല കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും അധികം ആളുകളിലേക്ക് എത്തുന്നില്ല, അല്ലെ അധികം ആളുകൾ അറിയുന്നില്ല എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമുണ്ട്. കാരണം നല്ല കാര്യങ്ങൾ പലപ്പോഴും ആളുകൾ അറിയുന്നില്ല. ഈ വെറുതെ കുറേ കാര്യങ്ങൾ പറയുക അല്ലല്ലോ, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പറയുക. ഒരു പക്ഷേ ചുമ്മാ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിനെക്കാട്ടി ആളുകൾ ചിലപ്പോൾ കേൾക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം വ്യാഴാഴ്ച കൃഷ്ണൻ 1 രൂപ നാണയം ഇടതുകൈയിൽ പിടിച്ച് കൈ ചുരുട്ടിപ്പിടിച്ച് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ തത് സമൃദ്ധിയും ക്ലീം നമ ഈ മന്ത്രം വാഗുണ്ടോ മനസ്സുകൊണ്ടോ ജപിച്ച് 3 വലത്ത് വെച്ച ശേഷം, അപ്പോഴൊന്നും കണ്ണുകൊണ്ട് തുറന്നു നോക്കരുത്. 3ാമത്തെ വലത്തിന് ഈ ഇടതുകൈയിൽ ചുരുട്ടിപ്പിടിച്ച് 1 രൂപ നാണയം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഈ മന്ത്രം ഒരു വാഗുണ്ട് 3 തവണ ജപിച്ച് ഭഗവാനെ എനിക്ക് സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും നൽകണേ എന്ന് പ്രാർത്ഥിച്ച് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ഈ 1 രൂപ നാണയം പിടിച്ചു 3 വലത്ത് വെച്ചു. ഭഗവാൻ എനിക്ക് സമ്പത്തും ഐശ്വര്യമൊക്കെ നൽകണമെന്ന് പറഞ്ഞ ശേഷം പിന്നെ കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഈ 1 രൂപ നാണയം ഇടത് കൈ കൊണ്ട് തന്നെ കാണിക്കയിലിടുക ഭഗവാന്റെ മുന്നിലുള്ള. പിന്നെ
അങ്ങോട്ട് നോക്കണ്ട, ശ്രീകോവിലോട്ട് നോക്കണ്ട, ഒന്നും ചിന്തിക്കണ്ട, ഒന്നും പറയണ്ട, തിരിഞ്ഞു നടക്കാം, ഉണ്ടാവൂരിയാടാതെ ക്ഷേത്രത്തിന് വെളി വരിക. ഇത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക. ഇത് ചെയ്ത ഒരാൾക്കാണ് 10 ലക്ഷം ലോട്ടറി അടിച്ചത്. ഇത് ചെയ്ത ഒരാൾക്കാണ് 70,000 രൂപ ബിസിനസ് ലാഭം, ഏതൊരു ഇത് ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ. ഇങ്ങനെ എത്ര ആളുകളുടെ ജീവിതം മാറിയിരിക്കുന്നു. എന്തോരോ അനുഭവങ്ങൾ. എല്ലാവർക്കും ലോട്ടറി അടിക്കുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അത്തരം കാര്യങ്ങളെ ഒന്നും പ്രൊമോട്ട് ചെയ്യാറില്ല. ജോലി ചെയ്ത് വല്ലപ്പോഴും ഒക്കെ ലോട്ടറി എടുക്കാൻ തെറ്റില്ല, പക്ഷെ ജോലി ചെയ്ത് നമ്മൾ ധനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഭഗവാൻ ഏത് രീതിയിലും ജീവിതമാർഗം തരും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ വ്യാഴാഴ്ചകളിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ അറിയാം. ഞാൻ പറഞ്ഞ വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് കടുംപായസവും ചെമ്പരത്തിമാലയും കുളത്തിൽ മലരുകൊണ്ട് മീനൂട്ടും ചെയ്ത 10 രൂപ പോലും തികച്ചില്ലാത്തവര് ലക്ഷങ്ങൾ ഉണ്ടാക്കിയ അനുഭവങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. എനിക്ക് ആ നെയ്വിളക്കിന്റെ ഗായത്രി മന്ത്രമുള്ള അത് ആളുകളെ കാണാഞ്ഞതിൽ എനിക്ക് ഒരു കൂടുതൽ ആളുകളിലേക്ക് എത്താഞ്ഞതിൽ ഒരു വിഷമമുണ്ട്. കാരണം അത്ര ഒരു നല്ല ഒരു കാര്യമായിരുന്നു. പിന്നെ സ്വർഗവാതിൽ ഏകാദശിക്ക് ഓം നമോ ഭഗവതേ വാസുദേവ, സ്വർഗവാതിലല്ല, ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയാൽ ഒന്നുകൂടെ സദയം ക്ഷമിക്കും, ഒന്നുകൂടെ പറയാം. ഗുരുവായൂർ ഏകാദശിയെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടു. അപ്പൊ അതിനകത്ത് ഓം നമോ ഭഗവതേ വാസുദേവയെ കുറിച്ച് ഞാൻ ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത് ആളുകൾ അത് കണ്ടിട്ടില്ല. പക്ഷെ അത് എനിക്കൊരു മനസ്സിന് വിഷമം തോന്നിയ ഒരു കാര്യമാണ്. കാരണം അത് ജന്മങ്ങൾ തപസ്സിരുന്നാൽ 1000 ജന്മങ്ങൾ ഒരു ഗുരുവിന്റെ പുറകെ നടന്നാൽ കിട്ടാത്ത കാര്യമാണ്. അപ്പം ഞാൻ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ശിവവിദ്യ എന്ന ആളാണ്. ശിവനിൽ ധ്യാനിച്ച് ലയിച്ചിരിക്കുന്ന ആളാണ്. ശിവാനുഭവം ഉണ്ടായതാണ്. ഓച്ചിറ ഉണ്ടിക്കാവി ഇരുന്നപ്പോൾ എനിക്ക് ശിവാനുഭവം ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഭഗവാന്റെ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇത്തരം ശിവവിദ്യകൾ. ഞാൻ പറഞ്ഞിരുന്ന ശിവവിദ്യ വേറെ ആരും പറഞ്ഞു തരത്തില്ല. ശരനൂൽ വിദ്യ ആയിക്കോട്ടെ. പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ജീവിതങ്ങൾ ഞാൻ പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്തവരൊക്കെ അത് എത്രയോ അനുഭവങ്ങൾ. അപ്പോഴേ ഈയിടെ ഒരാൾ മെസ്സേജ് ചെയ്തു, അവർ ഈ ഞാൻ പറഞ്ഞ രീതി വിളക്ക് തന്നെ തെളിയിച്ചു കഴിഞ്ഞു, ഒരു കടമുറി സ്വന്തമായിട്ട് വാങ്ങാനും അവിടെ ഒരു ബിസിനസ് ചെയ്യാനും സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തു. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്, ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇത്തരം കാര്യങ്ങൾ അറിയാതെ പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷെ അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ തലവരെ ആയിരിക്കാം. കൂടുതലും നമ്മൾ വേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാകാത്തത്. ഇപ്പം ഇന്നും നമ്മൾ പത്രം വായിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എത്ര ആളുകളാണ് ചെറിയ നിസ്സാര കാര്യങ്ങൾക്കും ജീവിതം അവസാനിപ്പിക്കുന്നത്. അപ്പം ശരിയായിട്ടുള്ള ഈശ്വരജ്ഞാനം അറിവുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യത്തില്ല. അവരറിയുന്നതൊക്കെ മറ്റു പല കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുമ്പോൾ ചെയ്യുന്നത്. ശരിയായിട്ട് ഈശ്വരനെ അറിഞ്ഞാൽ അവരൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അവർ ജീവിതം ജീവിച്ച് തന്നെ തീർക്കും. ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നില്ല, ശരിയായിട്ടുള്ള കാര്യങ്ങൾ അവർ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ പുതിയ തലമുറയാണേലും ശരിയായിട്ടുള്ള ഈശ്വരജ്ഞാനം ലഭിച്ചാൽ അവര് ജീവിതം ഒരു ദേഷ്യത്തിന് അവസാനിപ്പിക്കത്തില്ല, അച്ഛനെ അമ്മയെ ഉപേക്ഷിക്കത്തില്ല. അവർ സമ്പത്തുണ്ടാക്കും. ആ സമ്പത്ത് അവർക്കും മറ്റുള്ളവർക്കും നല്ല കാര്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കും. അവർ മനസാക്ഷിയുള്ളവരായിരിക്കും, ഈശ്വരവിശ്വാസമുള്ളവരായിരിക്കും, നല്ലൊരു തലമുറയായിരിക്കും. പക്ഷെ അതിന് ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകണം, ഈശ്വരജ്ഞാനം ഉണ്ടാകണം. ആ ഈശ്വരജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരമമായ ആ ഈശ്വരീയമായ അറിവുകൾ, അത്തരത്തിലുള്ള അറിവുകളാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതൊക്കെ ഏറ്റവും കുറച്ച് ആളുകളാണ് അത് കാണുന്നതെന്ന് ഓർക്കുമ്പോൾ പലപ്പോഴും ഒരു വിഷമം തോന്നാറുണ്ട്. അപ്പോൾ ഉടനെ കുറേ ആളുകൾ മെസ്സേജ് ചെയ്യും, സാറേ ഞങ്ങൾ കാണുന്നുണ്ട്. അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പലരും കാണുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഒരു പുതിയ തലമുറകളിലേക്കല്ലേ ഒരുപാട് ആളുകളിലേക്ക് അത് എത്തുമ്പോൾ ഈ കുറച്ചൊക്കെ ഈ ആളുകൾ കാണിക്കുന്ന പല കാര്യങ്ങളും ഇല്ലാതാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദേഷ്യത്തിന് പോയി ജീവിതം അവസാനിപ്പിക്കുന്നു. ഇന്ന് പത്രത്തിൽ വായിച്ചാൽ എപ്പോഴും അതാ കാണുന്നത്, അല്ലെ ന്യൂസിൽ അതേ ഉള്ളൂ. അപ്പം അവരൊക്കെ ഒരു ജീവിതം ജീവിച്ചു തീർക്കും. പിന്നെ അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആവേശം കുറയും. ഇപ്പൊ ഈ കുട്ടികളൊക്കെ ഈ ബൈക്കൊക്കെ ഓടിക്കുന്ന എപ്പോഴും അപകടങ്ങളെ കേൾക്കാറുള്ളൂ. ഒന്നാമത്തെ കാര്യം ഈശ്വര എന്നൊന്നും വിളിക്കത്ത പോലുമില്ല. വണ്ടി എടുക്കുക, ഏതോ ഒരു ആവേശം, മനസ്സ് ഏതോ എവിടെയോ അങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ടും നിയന്ത്രണം വിട്ട് മനസ്സിനെ ഒരു നിയന്ത്രണമില്ലാതെ പോകുമ്പോൾ എപ്പോഴും ആപത്തുകളും അപകടങ്ങളും എവിടെയും സംഭവിക്കാം. അത് ശരിയായിട്ടൊരു ഈശ്വര വിശ്വാസം, മെഡിറ്റേഷൻ ഇതൊന്നും ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പമാണ്. മനസ്സിനെ അറിയാത്തതിന്റെ കുഴപ്പമാണ്. മനസ്സിനെ വേഗങ്ങളിലേക്ക് നിയന്ത്രണമില്ലാതെ കയറൂരി വിടുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇന്ന് ഞാനൊരു വാർത്ത കേട്ടിട്ടിരിക്കുകയാണ്. അതായത് ഒരു ആളെ ഈ നമ്മുടെ അടുത്തൊരു സ്ഥലത്ത് ഈ 2-2.5 ലക്ഷം രൂപയുടെ അത്രയും ബൈക്കാണെന്നാണ് പറയുന്നത്. എനിക്ക് അറിയില്ല, പറയുന്ന കേട്ടാണ്. ഒരാൾ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ വേറെ എതിരെ വന്ന ഒരു പയ്യനാണെന്നാണ് ആളുകൾ പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ. സ്പീഡിൽ വന്ന് ഇടിച്ചു, അയാൾ മരിച്ചു. ആ പയ്യന്റെ സ്ഥിതിയും ഗുരുതരമാണ്. അപ്പൊ ഈ പിള്ളേർക്ക് വലിയ 2-2.5 ലക്ഷം രൂപയുടെ ബൈക്ക് എടുത്ത് കൊടുക്കുന്നു.
ആ ബൈക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡുകളിൽ ഓടിക്കാനോ അതിനുള്ള ഒരു രീതിയുള്ളതൊന്നുമല്ല. അതുപോലെ അത് ഭയങ്കര സ്പീഡിലാണ് പിള്ളേർ ഓടിക്കുന്നത്. അത്രയും സ്പീഡിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. ഇതേ കേൾക്കാനുള്ളൂ. ഇതൊക്കെ ശരിയായ ഒരു മനസ്സിനൊരു പക്വത, ഒരു പാകത, ഒരു ഈശ്വരാധീനം, എനിക്കും ജീവിക്കണം, മറ്റുള്ളവന് ആപത്ത് വരരുത് എന്നൊക്കെയുള്ള ഒരു മാനസിക ചിന്താഗതി ഉണ്ടാകുമ്പോഴാണ് അത് ജീവിതം മാറുന്നത്, അല്ലെങ്കിൽ ആ സമൂഹത്തിന് ഗുണമാകുന്നത്. ഇതൊക്കെ ശരിയായിട്ടുള്ള ഈശ്വര വിശ്വാസത്തിന്റെ അല്ലെ അറിവിന്റെ കുഴപ്പം തന്നെയാണ്. അപ്പൊ അച്ഛനും അമ്മയോടും ബഹളം വെച്ച് അവരെ കൊണ്ട് നിർബന്ധിച്ച് ബൈക്ക് മേടിക്കുക, അവരതിന് വശംബദരാകുക, അവർക്ക് വേറെ മാർഗമില്ലാതെ വശംബദ ആകുക, ഇത് ആവേശമുള്ള പിള്ളേരെ കൊടുക്കുക, എന്തുവാ ചെയ്യേണ്ടത് എന്തുവാന്നൊരു ലക്ഷ്യമില്ലാതെ പിള്ളേരെ ഇത് കൊടുത്തു കഴിഞ്ഞു ഇവര് ഇതുകൊണ്ട് എന്തൊക്കെ സ്പീഡിൽ എന്തൊക്കെ പോകുന്നു, ആരെയൊക്കെയോ ഇടിക്കുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. വളരെ വിഷമം തോന്നി. കാരണം സമൂഹത്തിന്റെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ ആ ഒരു നല്ല കാര്യങ്ങളെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഇതുപോലെയുള്ള എത്രയോ നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങളാണ്. ഞാൻ എന്റെ വീഡിയോ കാണുന്നവരൊക്കെ അവർ ശമ്പളത്തിന്റെ പലരും അതിന്റെ ഒരു വിഹിതം നല്ല ആളുകളെ സഹായിക്കാറുണ്ട്, അച്ഛനും അമ്മയെ നോക്കാറുണ്ട്, അവര് അച്ഛനും അമ്മയെ ബഹുമാനിക്കാറുണ്ട്, അവർ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, ശിവവിദ്യ ചെയ്യാറുണ്ട്, അവർ നല്ലത് ചിന്തിക്കാറുണ്ട്, നല്ലത് ചെയ്യാറുണ്ട്, അവര് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. നമ്മളെല്ലാം നല്ല കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കർത്തവാവ് കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച രാവിലെ ശിവഭഗവാൻ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പാൽപായസം, കൂവളത്തും മാല, ഭാഗ്യസൂക്താർച്ചന ഇത് ചെയ്യുക. വൈകിട്ട് ഒരു നെയ്വിളക്ക് തെളിയിക്കുക. ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക്. ഇത് കർത്തവാവ് കഴിഞ്ഞു വരുന്ന ശനിയാഴ്ചകൾ ആവർത്തിച്ചാൽ എത്ര ജോലിയില്ലാതെ അല്ലെ എത്ര തടസ്സത്തിൽ നിൽക്കുന്ന ബുദ്ധിമുട്ടി നിൽക്കുന്ന ആർക്കും ഭഗവാൻ ഒരു വഴി കാണിച്ചു കൊടുക്കും. കാരണം ഞാനിത് പറഞ്ഞു ചെയ്ത് രക്ഷപ്പെട്ടവർ ഒരുപാടുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകളും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, അതെനിക്കറിയാം. എല്ലാ വിഭാഗത്തിലും എല്ലാ തരത്തിലുള്ളവരും. പക്ഷെ എങ്കിലും കൂടുതൽ ആളുകളിലേക്കും ഒക്കെ എത്തിയാൽ ഒരുപാട് ജന്മങ്ങൾ, ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടും. പക്ഷെ അത് ഒരു പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരിലേക്ക് ഈശ്വരൻ എത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അറിവുന്ന നല്ല കാര്യങ്ങളാണ് എല്ലാം പറയുന്നത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം പരമേശ്വരനെ തന്നെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക, കാണാതിരിക്കുക ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഓരോ വരിയും പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ്, ആത്മാർത്ഥമായിട്ടാണ്. എല്ലാം ശിവനിൽ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ ആ ഭഗവാനിൽ തന്നെ ലയിക്കും. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ അങ്ങനെ ലയിച്ചാണ് ഓരോ നിമിഷവും ഇരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാവുന്ന നല്ല കാര്യങ്ങൾ പറയുക, അത്രയേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ അത് തന്നെയാണ് ചെയ്യുന്നത്. അത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ഇന്നേ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ല. എല്ലാം ആത്മാർത്ഥമായിട്ട് ഒരാളുടെ ജീവിതം മാറ്റണേ ഈശ്വര എന്ന പ്രാർത്ഥനയിൽ എനിക്ക് അനുഭവമുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യം ഞാൻ പറയത്തുള്ളൂ. അതൊക്കെ ആളുകൾക്ക് വേണ്ടവർ സ്വീകരിക്കുക, അല്ലാത്തവർ ചെയ്യേണ്ട. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. സ്വാതന്ത്ര്യം ഈശ്വരനാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട. ഇഷ്ടമുള്ളവർക്ക് കാണാം, അല്ലാത്തവർ കാണണ്ട. അവർക്ക് ഇഷ്ടമുള്ള കാര്യം കണ്ടോട്ടെ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ശിവനിൽ തന്നെ എല്ലാം സമർപ്പിക്കുന്നു. എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.